നമസ്കാരം. ലോകത്തെ എന്നും രണ്ട് ചേരികളായി തിരിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ശീതസമര കാലത്ത് പോലും ഈ രണ്ട് രാജ്യങ്ങളും ബഹിരാകാശം അടക്കമുള്ള പല മേഖലകളിലും പരസ്പരം കൊമ്പുകോർത്തു. ബഹിരാകാശത്ത് ആദ്യമെത്തുന്ന പുരുഷനും സ്ത്രീയും റഷ്യക്കാരായപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യൻ ഒരു അമേരിക്കക്കാരനായിരുന്നു. ആയുധ നിർമ്മാണ രംഗത്ത് പോലും ഈ മത്സരം നടന്നു. M16 എന്ന റൈഫിൾ പുറത്തിറക്കി അമേരിക്ക ആയുധ നിർമ്മാണ രംഗത്തെ പ്രമുഖരാകുവാൻ പദ്ധതിയിട്ടുവെങ്കിലും അഫ്തമാവ് കലാഷ്നിക്കോവ് 47 എന്ന സോവിയറ്റ് റഷ്യയുടെ AK-47 തോക്ക് നിർമ്മാണ രംഗത്തെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചു. ലോകത്തെ എല്ലാ ആർമികളുടെയും ആയുധപ്പുരകളിലേക്ക് സോവിയറ്റ് മെയ്ഡ് AK-47 തോക്കുകൾ സ്ഥാനം പിടിച്ചു. ഇതുകൂടാതെ അമേരിക്കയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന പല ആയുധങ്ങളും സോവിയറ്റ് യൂണിയന്റെ ആവനാഴിയിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയെ പേടിപ്പിച്ച അസാധാരണമായ സവിശേഷതകളുള്ള വിമാനമാണ് കാസ്പിയൻ കടലിലെ ഭീകരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഡെൽ ക്ലാസ് എക്രനോപ്ലാൻ. സാധാരണ യാത്രാ വിമാനത്തെക്കാൾ വലിപ്പം കൂടിയ ഈ വിമാനം ഇന്ന് തെക്കൻ റഷ്യയിലെ തീരനഗരമായ ഡർബന്റിന്റെ തീരത്ത് അന്ത്യവിശ്രമത്തിലാണ്. ഒരു കാലത്ത് ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്ന ഈ വിമാനം ഇന്ന് വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. എക്രനോപ്ലാനിനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് റഷ്യൻ സർക്കാർ. ശീതയുദ്ധത്തിന്റെ അവസാന കാലത്തിൽ 1975 എക്രനോപ്ലാൻ സോവിയറ്റ് യൂണിയൻ നിർമ്മിക്കുന്നത്. 12 വർഷം അവർ ഈ വിമാനം ഉപയോഗിക്കുകയും ചെയ്തു. ഈ കാലമെല്ലാം CIA നട്ടലിലൂടെ ഒരു തണുപ്പ് പ്രവഹിക്കാൻ ശേഷിയുണ്ടായിരുന്നു ഈ വിമാനത്തിന്. 63 അടി നീളവും 283 ടൺ ഭാരവുമുള്ള വിമാനമാണിത്. വലിയ ചിറകുകളിലെ 8 ജെറ്റ് എഞ്ചിനുകളുടെ സഹായത്തിൽ കടൽ നിരപ്പിന് തൊട്ടുമുകളിലൂടെ പറക്കുവാൻ പോലും എക്രനോപ്ലാനിന് സാധിച്ചിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് വെറും 13 അടി ഉയരത്തിൽ മാത്രം 200 മുതൽ 250 നോട്ടിക്കൽ മൈൽ വരെ വേഗതയിൽ ഈ വിമാനം പറന്നു. റഡാറിൽ പോലും ഈ വിമാനത്തിന്റെ സാന്നിധ്യം പതിയില്ലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വിങ് ഇൻ ഗ്രൗണ്ട് എഫക്ട് പ്രോഗ്രാം വഴിയാണ് എക്രനോപ്ലാൻ നിർമ്മിച്ചിരുന്നത്. സൂപ്പർസോണിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനം കൂടിയായിരുന്നു ഇത്. ഇത്തരത്തിലൊരു വിമാനം അതുവരെയും നിർമ്മിച്ചിട്ടില്ലായിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ അമേരിക്കൻ ചാര ഏജൻസിയായ CIA സവിശേഷ ശ്രദ്ധ ഈ വിമാനത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ വിമാനവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ ചികഞ്ഞെടുക്കുന്നതിൽ CIA എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. CIA രേഖകൾ പ്രകാരം ഈ എക്രനോപ്ലാന് 6 SSN-22 കപ്പൽ വേദ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വഹിക്കുവാൻ സാധിച്ചിരുന്നു. 35 കിലോമീറ്റർ അകലത്തിലൂടെ പറന്നാലും ഈ വിമാനത്തെ ശത്രുക്കളുടെ കപ്പലുകൾക്ക് കണ്ടെത്താനാവില്ല. അതേസമയം 100 കിലോമീറ്റർ അകലത്തിലുള്ള കപ്പൽ മിസൈൽ ഉപയോഗിച്ച് തകർക്കുവാൻ ഈ വിമാനത്തിന് സാധിച്ചിരുന്നു. 1990കളുടെ അവസാനത്തിൽ വിരമിച്ച എക്രനോപ്ലാനിനെ കാസ്പിക് നാവിക താവളത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. 2020 പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ തടാകമെന്ന് വിശേഷിപ്പിക്കുന്ന കാസ്പിയൻ കടലിലൂടെ 14 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ ഡർബൻ നാവികതാവളത്തിൽ വിമാനത്തെ എത്തിച്ചു. ഇവിടെ ഈ അപൂർവ സമുദ്ര വിമാനത്തെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനാണ് റഷ്യൻ സർക്കാരിന്റെ പദ്ധതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.